മനന ശിഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രൂപാന്തരത്തിൻ്റെയും രക്ഷയുടെയും വാഗ്ദാനം നൽകുന്ന ഒരു വലിയ നോയമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഒരു ഹോശാന ഞായർ കൂടി കാണുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 വേദഭാഗങ്ങൾ വായിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 6 വാക്യം. ശിഷ്യന്മാർ പുറപ്പെട്ടു, യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. രണ്ടാമതായി യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം 5 വാക്യം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. യേശു രാജാവായി ജെറുസലേമിൽ പ്രവേശിക്കുന്ന ഈ ദിവസം നാം ഓർക്കുമ്പോൾ, ഒരു ലൗകിക രാജാവായി കൊട്ടാരങ്ങളിൽ പ്രവേശിച്ച് താത്കാലിക വാസം ആഗ്രഹിച്ചതല്ല, പിന്നെയോ ഒരു ആത്മീയ പിതാവായി മനുഷ്യ ഹൃദയങ്ങളിൽ രക്ഷകനായി പ്രവേശിച്ച് സ്ഥിരവാസം ഉറപ്പിക്കുകയായിരുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. അതിന് ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നും യേശു ആഗ്രഹിച്ചതുപോലെയുള്ളതായ ഒരു പ്രതികരണം ഉണ്ടായി. യേശു കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. ഇതുമായി ബന്ധപ്പെടുത്തി 3 ചിന്തകൾ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, യുക്തിയെ മറികടക്കുന്ന ഭക്തി. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ദൈവിക ഭക്തി ശിഷ്യന്മാർ കാണിച്ചു. കുതിരമേൽ കയറി വരുന്ന രാജാവിന് ഹോശാന പാടുന്നതാണ് യുക്തി എങ്കിൽ, കഴുതമേൽ കയറി വരുന്ന രാജാവിന് ഹോശാന പാടുവാനുള്ള, അല്ലെങ്കിൽ കഴുതമേൽ കയറി വരുന്ന ദൈവപുത്രന് ഹോശാന പാടുവാനുള്ള ഭക്തി യേശുവിനോട് അവർ കാണിച്ചു. ഈ നോമ്പ് നാളുകളിൽ നാം ധ്യാനിച്ചതായിട്ടുള്ള സൗഖ്യദായക ശുശ്രൂഷയിലൊക്കെ നാം മനസ്സിലാക്കുന്നത്, യുക്തിക്ക് അപ്പുറത്തുള്ളതായ ഒരു ഭക്തിയും യുക്തിക്കപ്പുറത്തായിട്ട് യേശുവിനെ അനുസരിക്കുവാനുള്ളതായ ഒരു മനോഭാവവുമാണ് നാം കാണുന്നത്. അവിടെയാണ് സൗഖ്യവും സന്തോഷവും രക്ഷയുമൊക്കെ നാം കണ്ടെത്തുന്നത്. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പോൾ കൽഭരണികളിൽ വെള്ളം നിറച്ചത് യുക്തിയെ മറികടക്കുന്ന ഭക്തി ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്രകാരം യുക്തിയെ മറികടക്കുന്ന ഒരു ഭക്തിയാണ് ഈ ഹോശാന ഞായറാഴ്ച ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ഒരു ഭക്തിയിലേക്ക് പ്രവേശിപ്പാൻ ഈ നോമ്പ് നാളിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ഭക്തിയെ അന്വർത്ഥമാക്കുന്ന അനുസരണം. ഇവിടെ ഭക്തി പ്രകടനമോ ശക്തി പ്രകടനമോ അല്ല നാം കാണുന്നത്, പിന്നെയോ ചോദ്യം ചെയ്യാതെയുള്ള അനുസരണമാണ് നാം ദർശിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ ആവശ്യപ്രകാരം അനുസരിക്കുന്നിടത്താണ് യഥാർത്ഥ ഭക്തി നാം പ്രയോഗത്തിൽ എത്തിക്കുന്നത്. യേശുവിൻ്റെ വഴിയാത്രയ്ക്കായി സ്വന്തമായുള്ളത് വിട്ടുകൊടുക്കുവാനും വഴിയൊരുക്കുവാൻ തങ്ങൾക്കുള്ളത് വഴിയിൽ ഇട്ടുകൊടുക്കുവാനും സമർപ്പണമുള്ള ഒരു ജനത്തെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. അവൻ്റെ കൽപ്പന അനുസരിക്കുന്നിടത്താണ് യഥാർത്ഥ ഭക്തി നമുക്ക് പ്രകടമായി കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നാം ഈ ഹോശാന ഞായറാഴ്ച നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ഭക്തിയെ അന്വർത്ഥമാക്കുന്നതായിട്ടുള്ള ഒരു അനുസരണത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങുവാനായിട്ട് സാധിക്കണം. 3, അനുസരണം സമ്മാനിക്കുന്ന രൂപാന്തരവും അത്ഭുതവും. കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും രൂപാന്തരവും അത്ഭുതവും സമ്മാനിക്കുന്നു. യേശു തൻ്റെ പിതാവിനെ പൂർണ്ണമായി അനുസരിച്ചു. അവിടെയാണ് വെള്ളം വീഞ്ഞാകുന്നതും വീഞ്ഞ് രക്തമാകുന്നതും. അവിടെയാണ് ഹീനപാത്രമായ കഴുത മാനപാത്രം ആകുന്നത്. നിന്ദ്യമായ കുരിശ് വന്യമായ കിരീടം ആകുന്നത്. പിതാവിനോടുള്ള അനുസരണത്തിലൂടെ യേശു നമ്മുടെ രക്ഷകനായി, നമ്മുടെ കർത്താവും രക്ഷിതാവുമായി എന്നും നിലകൊള്ളുന്നു. അതുകൊണ്ട് ഈ ഹോശാന ഞായറാഴ്ചയിൽ ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച സാധാരണക്കാരായ ജനങ്ങളും അവരെ പറഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, യേശുവേ ഞങ്ങളെയും രക്ഷിക്കുക. ആമേൻ.